പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്റെ പുറകിലുള്ള ഈ ഡിവിസിബിലിറ്റി റൂൾസ് ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് 2-ന്റെയും 5-ന്റെയും 10-ന്റെയും 3-ന്റെയും 9-ന്റെയും 11-ന്റെയും ഡിവിസിബിലിറ്റി റൂൾസ് ആണ് പഠിക്കാനുള്ളത്. ഒന്നുകൂടെ പറയാം, 2, 5, 10, 3, 9 and 11. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലേക്ക് മിസ് ചെയ്യാം, അപ്പൊ 4-ന്റെയും 8-ന്റെയും 7-ന്റെയും 6-ന്റെയും ഒന്നും റൂൾസ് പഠിക്കാനില്ലേ? അതൊക്കെ പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും റൂൾസ് ആണ്, ബാക്കിയൊക്കെ ഇതിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിവിസിബിലിറ്റി റൂളുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് നോക്കി തുടങ്ങാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൂൾ ഓഫ് 2 ആണ്. 2-ന്റെ റൂൾ എന്താണ്? 2-ന്റെ റൂൾ എന്താണ്? റൂൾ ഇത്രയേ ഉള്ളൂ, എൻഡ്സ് ഇൻ ആൻ ഈവൻ ഡിജിറ്റ്. അതായത് നമ്മൾ എടുക്കുന്ന നമ്പർ എന്തിൽ എൻഡ് ചെയ്യണം? ഒരു ഈവൻ നമ്പറിൽ എൻഡ് ചെയ്യണം. ഈവൻ നമ്പർ എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ, 0, 2, 4, 6, 8. ഇതിൽ അവസാനിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു നമ്പർ, അത് എത്ര വലിയ നമ്പറോ ആയിക്കോട്ടെ, അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ്, അതായത് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന ആള് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ, അത് എത്ര വലിയ നമ്പർ ആണെങ്കിലും നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അത് 2 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇവിടെ 234 ഉണ്ട്. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടും പൂട്ടി ഇത് യെസ് എന്ന് എഴുതാം. കാരണം ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് വന്നിരിക്കുന്നത് 4 ആണ്. 4 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. മൂവിങ് ടു ദ നെക്സ്റ്റ് തിങ്, നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് 3. ഒരു നമ്പറിനെ, അത് എത്ര വലിയ നമ്പറും ആയിക്കോട്ടെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? അതിന്റെ റൂൾ ഇത്രയേ ഉള്ളൂ, ആ നമ്പറുകളുടെ എല്ലാം ഡിജിറ്റുകൾ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അത് എത്ര വലിയ നമ്പർ ആണെങ്കിലും അതിന്റെ എല്ലാ ഡിജിറ്റുകളുടെയും സം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന സം അല്ലെങ്കിൽ കിട്ടിയ സം എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ആ തന്നിരിക്കുന്ന നമ്പറിന്റെ ഡിജിറ്റുകൾ എല്ലാം തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഡിജിറ്റൽ സം കിട്ടും. ആ സം എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ആ നമ്പറിന്റെ 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. റെഡി? അടുത്തത് റൂൾ ഓഫ് 5. സിമ്പിൾ ആണ്. ദ ലാസ്റ്റ് ഡിജിറ്റ് ഷുഡ് ബി 0 or 5. ഈ നമ്പറുകൾ, അതായത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകൾ എൻഡ് ചെയ്യേണ്ടത്, അതായത് അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 വരണം അല്ലെങ്കിൽ 5 വരണം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 5-ലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്പർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എൻഡ് ചെയ്യുന്നത് 0-ലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്ത റൂളിലേക്ക് പോകുന്നു, റൂൾ ഓഫ് 9 എന്ന് പറയുന്ന റൂൾ. റൂൾ ഓഫ് 9 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് വലിയ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, 1,20,375 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളേക്ക് അയ്യോ അത്രയും വലിയ നമ്പർ എങ്ങനെയാ മിസ്സേ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അത് ഡിവൈഡ് ചെയ്ത് നോക്കണം എന്ന് പറയും. ഇനി ഡിവൈഡ് ചെയ്ത് നോക്കണ്ട. ഒരു നമ്പർ തന്നിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയണം, നിങ്ങളുടെ അമൃത മിസ് നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, ആ ഡിജിറ്റുകളുടെ സമ്മ് മാത്രം നമ്മൾ കണ്ടാൽ മതി. ഇവിടെ നോക്കുക, 1818 എന്ന് പറയുന്ന ഈ നമ്പറിന്റെ സമ്മ് ഞാൻ കണ്ടുപിടിച്ചു, 18 എന്ന് കിട്ടി. 1 + 8 9, 9 + 1 10, 10 + 8 18. ഡിജിറ്റുകളുടെ സം 18 ആണ്. എടാ മക്കളെ, നിങ്ങൾക്കറിയാം ഈ 18 എന്ന് പറഞ്ഞാൽ 9 × 2 ആണ്, അതായത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അല്ലെങ്കിൽ 18നെ നമുക്ക് 9 കൊണ്ട് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഈ നമ്പറും എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ നമ്പറും നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ബേസ്ഡ് ഓൺ 10n - 1 പ്രോപ്പർട്ടീസ്. അത് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത നോക്കൂ, റൂൾ ഓഫ് 10. ഒരു നമ്പറിനെ 10 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ആ തന്നിരിക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് അഥവാ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ, റൂൾ ഓഫ് 11. റൂൾ ഓഫ് 11 പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? അവരെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അതൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കുക, ഇവിടുത്തെ എക്സാമ്പിൾ ഏതാണ്? 209. ചോദ്യം ഇത്രയേ ഉള്ളൂ,
209 എന്ന് പറയുന്ന നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്യരുത്, ചോദ്യം ഇത്രയേ ഉള്ളൂ, ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്യുക. ഇവിടെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 2 + 9 ആണ്. എത്ര വരും? 11 എന്ന് വരും. 2 + 9 എത്ര വന്നു? 11 എന്ന് വന്നു. പിന്നെ ഒരാളുള്ളത് 0 ആണ് അല്ലേ? 0. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എടുത്തു. ഇനി എന്ത് ചെയ്യണം? 11 - 0 ചെയ്യണം. അപ്പൊ എത്ര വരും? 11 എന്ന് തന്നെ വരും. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ, അതായത് ഇവരെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ 11ഓ 0യോ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സംശയം ഉണ്ടാവും അല്ലേ? കാണിച്ചുതരാം. 209 ഡിവൈഡഡ് ബൈ 11. ഒരു പ്രാവശ്യം 11 എന്ന് വരും. 9 വന്നു. 99. 9 times 99. കണ്ടോ? ഇത് ചെയ്ത് നോക്കാതെയാണ് നമ്മൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എടുക്കുക, ആഡ് ചെയ്യുക. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എടുക്കുക, ആഡ് ചെയ്യുക. ഇവരെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസർ ഒന്നുകിൽ 11 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. വേറൊരു എക്സാമ്പിൾ നോക്കാം. 1 2 2 1. ഈ തന്നിരിക്കുന്ന നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് നിങ്ങൾ എടുക്കണം. ഓക്കെ, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ്, അതായത് ഒന്ന് ഇടവിട്ടുള്ള നമ്പേഴ്സ് എടുക്കുക, ആഡ് ചെയ്യുക. അപ്പൊ ഇവർ രണ്ടുപേരും ആഡ് ചെയ്യുമ്പോൾ 2 + 1 എന്ന് വന്നു, അതായത് 3. ഇനി എന്ത് ചെയ്യണം? ഇവർ രണ്ടുപേരും ആഡ് ചെയ്യുമ്പോൾ 1 + 2 അഥവാ 3 എന്ന് വരും. ഇവർ രണ്ടുപേരും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 - 3 അഥവാ 0 എന്ന് വന്നു. 0 അല്ലെങ്കിൽ 11 വന്നാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് അർത്ഥം. യെസ് ആണ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ നമ്മൾ കൃത്യമായിട്ട് 4ന്റെയും 7ന്റെയും നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതും എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറുകളും മോഡൽ എക്സാംസും അങ്ങനെ നിങ്ങൾക്ക് ഈ വർഷം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ബാച്ചിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മക്കളെ, ഇനിയും ലേറ്റ് ആയിട്ടില്ല. അടിപൊളി ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഏത് എക്സാമും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എഴുതണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കാം.